സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ഇന്ന് പ്രഖ്യാപിച്ചു. പൃഥ്വിരാജാണ് മികച്ച നടൻ. ആടുജീവിതത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം. ആടുജീവിതം ഒരുക്കിയ ബ്ലസ്സിയാണ് മികച്ച സംവിധായകൻ. ഊർവശിയും ബീന ആർ ചന്ദ്രനും മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ 9 അവാർഡുകളാണ് ആടുജീവിതം വാരിക്കൂട്ടിയത്. മികച്ച നടനും മികച്ച സംവിധായകനും പുറമെ മികച്ച കഥാമൂല്യമുള്ള ചിത്രം, എഡിറ്റിംഗ്, ശബ്ദലേഖനം ഉൾപ്പെടെ പുരസ്കാരങ്ങൾ ആടുജീവിതത്തെ തേടിയെത്തി. ആടുജീവിതത്തിലെ ഹക്കീമിനെ വെള്ളിത്തിരയിൽ അനശ്വരനാക്കിയ പുതുമുഖ താരം ഗോകുലിന് പ്രത്യേക ജൂറി പരാമർശവും ലഭിച്ചു. ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയുണ്ട്. കുറേ വേർഡ്സ് ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഇപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് മാത്രമല്ല, ഹോൾ ക്രൂ 5 കാറ്റഗറിയിലെങ്ങാനും നമുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. സോ ഹോൾ ക്രൂ ഇതിന് വേണ്ടിയിട്ട് എടുത്ത എഫേർട്ടും കാര്യങ്ങളൊക്കെ, നമ്മളവിടെ ഒരു 6 കൊല്ലമായിട്ട് ഉള്ള ഷൂട്ടിങ്ങും അതിനു മുന്നേ ബ്ലസ്സി സാറ് എടുത്ത പ്രൊഡക്ഷൻ വർക്ക്സും എല്ലാ ഒരു എഫേർട്സും അങ്ങനെ പാഴായി പോയിട്ടില്ല എന്നുള്ളൊരു തോന്നല് ഓൾറെഡി ജനങ്ങൾ സ്വീകരിച്ച സമയത്ത് നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറേ വെറ്ററൻസ് ആയിട്ടുള്ള ഡയറക്ടേഴ്സും എല്ലാവരും ഉള്ളൊരു ജൂറി നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ, നമ്മുടെ ഒരു ആർട്ട് വർക്കിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ അത് ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിട്ട് ഒരു വളരെ വലിയ കാര്യമാണ്. ഒരു സിനിമയ്ക്ക് വേണ്ടി 16 വർഷം മാറ്റിവെച്ച സംവിധായകൻ ബ്ലസ്സിക്ക് അവാർഡ് സമർപ്പിക്കുന്നു എന്നായിരുന്നു പൃഥ്വിരാജിന്റെ പ്രതികരണം. ബ്ലസ്സിയെ ആടുജീവിതത്തിലൂടെ തേടിയെത്തിയത് മികച്ച സംവിധായകനുള്ള 3ാമത്തെ പുരസ്കാരം. വളരെ സന്തോഷമുണ്ട്. കാരണം അവാർഡ് എന്ന് പറയുന്നത് സർക്കാർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജൂറിയുടെ ഒരു പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് നൽകുന്ന ഒരു ഓണർ എന്നുള്ള രീതിയിൽ വളരെ അധികം സന്തോഷമുണ്ടാകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് 9ഓളം അവാർഡുകൾ ലഭിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത് 3ാം തവണയാണ് ബെസ്റ്റ് ഡയറക്ടർ എന്നുള്ള അവാർഡ്. അതിൻ്റെ ഒരു ഹാട്രിക് വേണമെങ്കിൽ പറയാം. അതിന് മുമ്പ് നവാഗത സംവിധായകനും ലഭിച്ചിട്ടുണ്ട്. അപ്പം 8 സിനിമ ചെയ്തപ്പോൾ 4 അവാർഡ് ലഭിച്ചു, സംവിധാനത്തിന് കിട്ടിയെന്ന് പറയുന്നത് വളരെ ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. പിന്നെ ചില കാര്യങ്ങളെ നമുക്ക് അതിശയിപ്പിക്കുന്നുണ്ട്. കാരണം പക്ഷേ ഒരു ജൂറിയുടെ തീരുമാനങ്ങൾക്ക് നമ്മൾ ഒരു എഗൻസ്റ്റായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നതിൻ്റെ അകത്ത് അർത്ഥമില്ലാത്തതുകൊണ്ട് വളരെ സന്തോഷം. പ്രത്യേകിച്ച് മേജർ അവാർഡുകൾ ഒക്കെ ആടുജീവിതത്തിന് ഉണ്ട് എന്നറിയുന്നത് ബെസ്റ്റ് ആക്ടർ, ഒപ്പം തന്നെ ബെസ്റ്റ് ക്യാമറ, ഓഡിയോഗ്രാഫി, അങ്ങനെ ഒരു മേജർ സെക്ഷൻസ് ആൻഡ് അഡോപ്റ്റഡ് സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് ഏറ്റവും കുറേ നല്ല രഞ്ജിതമ്പാടി. പിന്നെ ഏറ്റവും സന്തോഷം തരുന്നത് ഗോകുലിന് പിന്നെ ഒരു സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചു എന്ന് പറയുന്നത് നമുക്കറിയാം. അതിന് ഒരു മേജർ അവാർഡിലേക്ക് ചിലപ്പം മറ്റു കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് പോകാൻ സാധ്യതയില്ലാത്തതാണ്. പക്ഷെങ്കിൽ വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പെർഫോം ചെയ്ത ഗോകുലിനെ കൺസിഡർ ചെയ്തതാണ് എനിക്ക് ഈ അവാർഡുകളിൽ ഏറ്റവും മനോഹരമായിട്ടും സന്തോഷമുണ്ടാക്കിയായിട്ട് തോന്നിയിട്ടുള്ളത്. ഉള്ളൊഴുക്കിലെ അഭിനയമാണ് ഊർവശിക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം സമ്മാനിച്ചത്. തടവിലെ അഭിനയമാണ് ബീന ആർ ചന്ദ്രന് മികച്ച നടിക്കുള്ള പുരസ്കാരം സമ്മാനിച്ചത്. വിദ്യാധരൻ മാസ്റ്ററാണ് മികച്ച പിന്നണി ഗായകൻ. ജനനം 1947, പ്രണയം തുടരുന്നു ചിത്രത്തിലെ പാട്ടിനാണ് പുരസ്കാരം. ജിയോ ബേബി അണിയിച്ചൊരുക്കിയ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച കാതൽ ദക്കൂറാണ് മികച്ച ചിത്രം. ഞാൻ മാത്യു ദേവസി. വരാനിരിക്കുന്ന നമ്മുടെ 3ാം വാർഡ് ഇലക്ഷനിൽ ഞാൻ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അല്ല, അതിനപ്പ ഇലക്ഷനെ കാണാൻ സമ്മതിച്ചോ? 3ാം വാർഡിൽ ഒരു ഇലക്ഷൻ ഉണ്ടേ, അവിടെ നമ്മുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി സാറാണ്. സാറിനെ കണ്ടറിയാലോ, ഒരു പാവമാണ്. എന്താണ് മാത്യു സാറേ, കാര്യങ്ങളൊക്കെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണല്ലോ. അവര് എവിഡൻസ് റീഓപ്പൺ ചെയ്യാനായിട്ടുള്ള പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.